ഇവിടത്തേക്ക് വൈകുന്നേരം അവൻ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് രാവിലെ ഇവനും പോകും. അങ്ങനെയാണ് പതിവ്. മൊബൈലൊരെണ്ണം മോഷ്ടിച്ചത്. അത് കഴിഞ്ഞ് അവനെ കേസൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ഉണ്ടായിരുന്നായിരിക്കും, അതായിരിക്കും, നമുക്കറിയാൻ വേണ്ട ഇപ്പൊ ആരാ എന്നാ ചെയ്തെന്ന്. ചിലപ്പം മിക്ക ഞായറാഴ്ചകളിലും വരുമ്പോൾ ഞായറാഴ്ച പോലും നമ്മളിങ്ങനെ പോരുമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാടിനെ നടുക്കിയ അരുംകൊല. ഈ അരുംകൊല നടന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. കോട്ടയം ജില്ലയിലെ തിരുവാതിക്കലിൽ ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. ഒരു കുടുംബത്തിലെ 2 പേരെ ആണ് അവിടെ തീർത്തത്. ആദ്യം കൊന്നത് ആ വീട്ടിലെ ഗ്രഹനാഥനായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ഓണറായിട്ടുള്ള വിജയകുമാറിനെയാണ് ആദ്യം വകവരുത്തുന്നത്. ആ ബഹളം കേട്ടുകൊണ്ട് ഓടിയെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മീരയെയും അവൻ വകവരുത്തി. ഈ വകവരുത്തിയവൻ ആരാണ് എന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു പോലീസ്. ഒടുവിൽ ആ പരനാറിയെ കണ്ടുപിടിച്ചു. ഇവൻ മറ്റാരുമല്ല, അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന, അവരുടെ വീട്ടിലല്ല, ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പരനാറി. ഇവൻ വൈകിട്ട് ഈ വീട്ടിൽ വരും. ഇവന്റെ ഭാര്യ ഈ പറയുന്ന വീട്ടിലുണ്ടായിരുന്നു. ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. ആ വീട്ടിൽ വെച്ച് ഈ പരനാറി എന്ത് ചെയ്തെന്നറിയാമോ? ഈ വിജയകുമാർ എന്ന് പറയുന്ന അയാളുടെ മകളുടെ കല്യാണ സമയത്ത് അയാളുടെ ഫോൺ അടിച്ചു മാറ്റിയതിനു ശേഷം അതിൽ നിന്നും ഒരു സാമ്പത്തിക ഇടപാടുകൾ ഈ പുള്ളിക്കാരൻ ചെയ്യുകയും ചെയ്തു. പൈസയൊക്കെ അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തു. അത് ചെയ്തത് മൂലം ഈ പറഞ്ഞ നാറിക്കെതിരെ ഈ വിജയകുമാർ കേസ് കൊടുത്തിരുന്നു. അങ്ങനെ ഈ നാറി അകത്തായിരുന്നു. ഇവനെ 5-5.5 മാസം ഇവനെ വെളിയിലിറക്കാൻ ആരുമില്ലാതെ ഇവൻ അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇവൻ വെളിയിലിറങ്ങി, ജാമ്യത്തിനിറങ്ങി. ഈ പറയുന്ന ഈ മാസം തന്നെയാണ് ഇറങ്ങിയത്. ഈ ഏപ്രിൽ മാസം 13-ാം തീയതിയോ 14-ാം തീയതിയോ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ നാറി ഇവിടെ ഈ കോട്ടയത്ത് തന്നെ ഒരു റൂമൊക്കെ എടുത്തിട്ട് ഇവൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡിയൊക്കെ അങ്ങോട്ട് ചെയ്ത്, ഈ പോലീസുകാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വലിയ കൊലയാളികൾ ചെയ്യുന്ന രീതിയിലാണ് ഇവൻ ചെയ്തതെന്നാണ് പറയുന്നത്. സിമ്മൊക്കെ ആദ്യം കോയമ്പത്തൂർ വരെ പോകുന്നതായിട്ട് സിഗ്നൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് പല സിമ്മുകൾ എടുത്തു. എങ്ങനെ ഇവനെ ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവനെ പിടിച്ചത്, ഈ പരനാറിയെ പിടിച്ചത് ഇവിടെ വെച്ചാണ്, തൃശ്ശൂർ വെച്ചാണ്. തൃശ്ശൂർ മാളയിലെ മേലാട്ടൂർ എന്ന് പറയുന്ന കോഴി ഫാമിലെ അതിഥി തൊഴിലാളികളുടെ കൂടെയായിരുന്നു ഇവന്റെ താമസം. അവിടെ വെച്ചാണ് ഇവനെ കുത്തിന് പിടിച്ച് വെളിയിലിറക്കിയത്. അതിഥി തൊഴിലാളികളൊന്നും പറയാൻ പറ്റത്തില്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇവനെയൊക്കെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് നടക്കണം. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് ഇവന്മാരെ അങ്ങ് പൊക്കിക്കൊണ്ട് പോകുന്നത്. ഇവൻ ആസാം സ്വദേശിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് കാര്യങ്ങൾ പറയാം. എന്തായാലും ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന, അതായത് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു വേലക്കാരി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. പുള്ളിക്കാരി വന്ന് ഡോറൊക്കെ തുറന്ന് ഉള്ളിൽ കയറിയ സമയത്ത് കണ്ട കാഴ്ചയും പുള്ളിക്കാരി പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 5:30 കഴിഞ്ഞായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരുന്നത് ഞാൻ 18 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന. ഇന്നലെ ഒരു 5:30 ആയപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി. വന്നപ്പോൾ രാവിലെ ഒരു 8:45 ആയപ്പോൾ ഞാൻ ഇവിടെ അകത്ത് വന്ന് വെള്ളമടിച്ചിട്ട് കഥക് തുറക്കാഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്ന വാച്ച്മാന്റെ ഫോണെ വിളിച്ച് അയാൾ വന്ന കഥക് തുറന്ന് ഞാൻ അകത്ത് കയറി. അടുക്കള വെച്ച് ചെന്നപ്പോഴത്തേനും അടുക്കള കഥക് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ വാതിലൂടെ വന്ന് കയറുമ്പോഴത്തേന് സാറിന്റെ മുകളിലോട്ട് എത്തി നോക്കിയപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാണാം സാറ് അവിടെ കിടക്കുന്ന. അപ്പം സാറ് ഒരു ഇതൊന്നും ഇല്ലാതെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അയ്യോ ചേച്ചിന്ന് പറയാലും ചേച്ചിയുടെ മുറി ചേച്ചി മരിച്ചു കിടക്കുന്ന കാണും. സാറിന്റെ ഒന്നുമില്ല നേരത്തെ. പക്ഷെ ചേച്ചിയുടെ ഞാൻ ശ്രദ്ധിച്ചില്ല, തലമണയൊക്കെ ചേച്ചിയുടെ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇവര്. അതുകൊണ്ട് അത് കണ്ടപ്പോ തന്നെ നമ്മൾ വീടൊന്ന് തോന്നിയപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി പോരുമായിരുന്നു. വന്ന് കടയിലൊക്കെ 2 സ്ഥലത്ത് പറഞ്ഞു. സാറിന്റെ ഒന്നും മുഖത്തോട്ട് നമുക്ക് നോക്കാം. മുഖം നമ്മൾ ഇച്ചിരി അകന്നു വന്നു, എന്നാലും വ്യക്തമായും കാണാം നിങ്ങൾക്ക്. വേണ്ട 6 മാസം അങ്ങാണ്ട് അവൻ ഇവിടെ അല്ലായിരുന്നു ജോലി. അവനും ഭാര്യയും കൂടെയാണെന്നും പറഞ്ഞാണ് വന്നത്. ഭാര്യ ഇവിടെ ക്ലിനിക്കിൽ നിൽക്കും, അവൻ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തേക്ക് വൈകുന്നേരം അവൻ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് രാവിലെ ഇവനും പോകും. അങ്ങനെയാണ് പതിവ്. മൊബൈലൊരെണ്ണം മോഷ്ടിച്ചത്. അത് കഴിഞ്ഞ് അവനെ കേസൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ഉണ്ടായിരുന്നായിരിക്കും, അതായിരിക്കും, നമുക്കറിയാൻ വേണ്ട ഇപ്പൊ ആരാ എന്നാ ചെയ്തെന്ന്. ചിലപ്പം മിക്ക ഞായറാഴ്ചകളിലും വരുമ്പോൾ ഞായറാഴ്ച പോലും നമ്മളിങ്ങനെ പോരുമായിരുന്നു. 18 വർഷമായിട്ട് അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മയാണ് ഈ പറഞ്ഞത്. അവർക്കത് കണ്ട് സഹിക്കാനായിട്ട് പറ്റിയില്ല. അവർക്ക് അത് തുറന്ന് ചെന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന വിജയകുമാർ ഡ്രസ്സൊന്നുമില്ല, ഒന്നുമില്ലാതെ അവിടെ കിടക്കുകയാണ് രക്തത്തിൽ കുളിച്ച്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യ വേറൊരു റൂമിൽ, അവരും ഇതുപോലെ തന്നെ. ഈ പരനാറിയൊക്കെ സ്നേഹിക്കാൻ കൊള്ളാമോ? ഇവനെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ? ഇവനൊക്കെ ആസാം സ്വദേശിയാണെന്ന് പറയുന്നു. ഇവനൊക്കെ കയറി വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ആർക്കറിയാം? ഇവനൊക്കെ ബംഗ്ലാദേശിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കയറി വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പാസ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇവനൊക്കെ വന്ന് നമ്മുടെ അടുത്തൊക്കെ നുഴഞ്ഞു കയറുന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ നമുക്ക് നാളെ ഇതൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ അവസ്ഥ. ഇവനൊക്കെ ആദ്യം വരും, നല്ല പിള്ളേരെ പോലെ നിൽക്കും, നല്ലപോലെ ജോലിയൊക്കെ ചെയ്യും. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ നമുക്ക് തന്നെ കോടാലി വെച്ച് കാച്ചിട്ട് പോകുവൻ. ഇവൻ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവൻ പഠിച്ചു. ഇവനെ ഒരു ചോറും കൊടുത്ത് ഇവന് താമസിക്കാനുള്ള വീടും കൊടുത്ത ഒരു വീട്ടുകാരോടാണ് ഈ നാറി ഇത് ചെയ്തത്. അല്ലേ? ആ വീട്ടുകാർ എത്രമാത്രമായിരിക്കും ഈ പരനാറിയെ സ്നേഹിച്ചിട്ടുണ്ടാകുക? ഇവന്റെ ഭാര്യ ആ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു.
അവക്കൊരു ജോലി, ഈ നാറിക്കൊരു ജോലി കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പണി കാണിച്ചു വെച്ചത്. അതുമാത്രമല്ല, ഇവര് മകൻ മരിച്ചതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. ആ ഒരു കേസ് എങ്ങെത്തിയിട്ടില്ല. ആ ഒരു വിഷമത്തിൽ അവർ നിൽക്കുമ്പോൾ ഈ നാറി പ്ലാൻ ഇടുകയായിരുന്നു. ഇവന്റെ പ്ലാനിങ്, ഈ പന്നനാറിയുടെ പ്ലാനിങ്. അത് മാത്രമല്ല, ഈ നാറി ഒറ്റയ്ക്ക് ഇത് ചെയ്യാനുള്ള ഒരു തൻ്റെ ഈ നാറിക്കുണ്ടോ? അതെനിക്കൊരു സംശയമായിട്ടുണ്ട്. കാരണം ഇവൻ ഇത്ര ക്രിമിനൽ ആണോ? ഇതിന് സിം എടുത്ത് അങ്ങോട്ട് വിടുക. ഇവൻ ഇത്രമാത്രം സിമ്മൊക്കെ എവിടുന്ന് കിട്ടാനാ? ഇങ്ങനെ സിമ്മുകൾ വാരിക്കോരി കൊടുക്കുന്നതേ നിർത്തുന്നതാണ് നല്ലത്. ഒരു സിം അങ്ങ് പോകുന്നു, ഒരു സിം ഇങ്ങോട്ട് പോകുന്നു. എന്തോ ഇത്? ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുള്ള പല ആൾക്കാരും അതുപോലെ തന്നെ ഈ സിം കമ്പനിയൊക്കെ എന്തിനിങ്ങനെ സിമ്മുകൾ വാരിക്കോരി കൊടുക്കുന്നു? ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ലിമിറ്റ് ഉണ്ട്. ഈ നാറിയൊക്കെ എവിടുന്ന് വന്നവനാണെന്ന്, ഇവന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ഒന്നും അറിയാതെ സിമ്മുകൾ ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടൊക്കെ അല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഒടുവിൽ ഇവൻ ഈ നടന്നുകൊണ്ട് വന്ന് കൊല ചെയ്തിട്ട് നടന്നു തന്നെയാണ് ഇവൻ പോയത്. ഇവൻ നേരെ പോവുകയാണ് തൃശ്ശൂര്. എന്നിട്ട് ഇവൻ അവിടെ പോകുന്നത് എവിടെയാണ്? ഒരു കോഴി ഫാമിലാണ് പോകുന്നത്. അവൻ്റെ കൂട്ടുകാരായ അവിടുത്തെ അതിഥി തൊഴിലാളികളുടെ കൂടെ, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ താമസിച്ചു. അവിടെ താമസിച്ചു. അവിടെ നിന്നാണ് ഇവനെ കുത്തിരി പിടിച്ച് പോലീസ് പൊക്കുന്നത്. ഈ പരനാറിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏതവനാണ് ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഇവരുടെ മകനായിട്ടുള്ള ഗൗതം എന്ന് പറയുന്ന പയ്യനെ 7 വർഷം മുമ്പ് കൊലപ്പെടുത്തിയതാണ്. ആ കേസിന്റെ CBI അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന അച്ഛനും അമ്മയും കൂടെ രംഗത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇനി ആ കേസ് നടത്താൻ ആരുണ്ട്? ഇനി ഒരു മകളെ ഉള്ളൂ. ആ മകളുടെ കല്യാണ സമയത്താണ് ഈ പരനാറി ഫോൺ അടിച്ചു മാറ്റുന്നത്. ഫോൺ അടിച്ചു മാറ്റി അതിൽ നിന്നൊക്കെ പൈസയും പിൻവലിക്കുന്നത്. എന്തായാലും ഈ നാറിയെ പൊക്കിയ വാർത്ത നിങ്ങളൊന്ന് കേട്ടെ. ഏറ്റവും നിർണായകമായ സംഭവം തന്നെയാണ് രാവിലെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കേസിലെ ഏറ്റവും വഴിത്തിരിവായി ഈ കേസിലെ പ്രതി പിടിയായിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. തൃശൂർ ജില്ലയിലെ മാളക്കടുത്ത് ആലത്തൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അവിടെ ഒരു കോഴി ഫാമിലായിരുന്നു. അതായത് ആസാമിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനോട് ചേർന്ന ഒരു കോഴി ഫാം ഉണ്ട്. അവിടെ പല ജോലികളും ഒക്കെ തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ പ്രതി പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിനകത്തും പുറത്തുമായി വലിയ തോതിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിനകത്ത് തന്നെ ആ പ്രതി ഉണ്ടെന്നൊരു സൂചന ഇന്നലെ തന്നെ പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട്, അതായത് 3 SHOമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഗാന്ധിനഗർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലത്തൂരിലെത്തി ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി അവിടെയുണ്ട് എന്ന വ്യക്തമായ സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാള പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പോൾട്രി ഫാമിൽ ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ബാക്കി നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് അല്പസമയത്തിനകം തന്നെ പ്രതിയെ കോട്ടയത്തേക്ക് എത്തിക്കും. ഇവിടെ എത്തിച്ചായിരിക്കും വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലടക്കം നടക്കുക. ഏറ്റവും പ്രധാനമായ കാര്യം, പോലീസിന്റെ നിഗമനം വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ എന്താണ് മോട്ടീവ് എന്ന കാര്യത്തിൽ കൃത്യമായ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് ഈ പ്രതിയെ കിട്ടുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ പോലീസ് കസ്റ്റഡിയിലായതിനു ശേഷം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു സ്ഥിരീകരണം ഇപ്പോഴേതായാലും ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വിരലടയാളമടക്കം ക്രോസ് മാച്ച് ചെയ്ത് അത് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് പോയിരുന്നു. പ്രത്യേകിച്ച് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ കഴിഞ്ഞ 6 മാസക്കാലം ജയിലിലായിരുന്നു. അന്ന് ശേഖരിച്ച ഇയാളുടെ ബയോമെട്രിക് അടക്കമുണ്ട്, അന്നത്തെ വിരലടയാളം അടക്കമുണ്ട്. ഈ വിരലടയാളമെല്ലാം തന്നെ പോലീസിനെ മാച്ച് ചെയ്ത് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന കോടാലിയിൽ നിന്നും ഇയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിരുന്നു. വീട്ടിലെ കഥകിലും ഒപ്പം തന്നെ പരിസരത്തെല്ലാം തന്നെ നിരവധി കൃത്യമായ രീതിയിലുള്ള ഫിംഗർ പ്രിന്റ് കിട്ടാനായിട്ട് പോലീസിന് സഹായകരമാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ചില CCTV ദൃശ്യങ്ങൾ കൂടി ഈ കേസ് അന്വേഷണത്തിൽ പ്രധാനമാണ്. ഞാൻ ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. അതായത് ഈ കാണുന്ന ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഈ കാണുന്ന കെട്ടിടം ഇതൊരു ലോഡ്ജ് കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ് ഈ മാസം 19-ാം തീയതി മുതൽ ഈ പ്രതി താമസിച്ചിരുന്നത്. അതായത് ശനിയാഴ്ച മുതൽ ഈ ലോഡ്ജിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അതിനുശേഷം ഇവിടെ വന്ന് മുറിയെടുത്താകാനാണ് സാധ്യത. ഈ ലോഡ്ജ് ഉടമയടക്കമുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് ഇവിടെ താമസിച്ച കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോഡ്ജിൽ നിന്ന് കൊലപാതകം നടക്കുന്ന അന്ന് രാവിലെ മുറി വെക്കേറ്റ് ചെയ്ത് അയാൾ പോയിരുന്നു. അതിന്റെ ഇടയിൽ പല തവണയായി ഈ 19-ാം തീയതി മുതൽ ഇങ്ങോട്ടുള്ള ഈ 4 ദിവസത്തിനിടയിൽ പല തവണയായി വിജയകുമാറിന്റെ വീടിന്റെ അടുത്തും പരിസരത്തും ഈ പ്രതി എത്തിയതായുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഈ ലോഡ്ജിൽ തന്നെയുള്ള ഒരു നിർണായക CCTV ദൃശ്യം പോലീസിന് കിട്ടിയിരുന്നു. അതെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും നാടിനെ നടുക്കിയ അരുംകൊലയിൽ നടത്തിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ഏതായാലും പോലീസ് അനുമാനിക്കുന്നത് പോലെ തന്നെ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്തുകയാണ്. അതിന് വ്യക്തമായ ചില കാരണങ്ങൾ പോലീസ് നിരത്തുന്നത് ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ദീർഘനാള് ഈ
വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്കാരനായി നിന്നിരുന്ന ഈ അമിത് ഔറംഗ് എന്ന് പറയുന്ന ഈ പ്രദീപ് അതിനിടയിൽ അവിടെ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും ആ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ആ മൊബൈൽ ഫോണിലൂടെ ചില ഡിജിറ്റൽ പണമിടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇത് കൈയോടെ വിജയകുമാർ പിടികൂടുന്നു. പിന്നീട് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ അന്ന് വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം റിമാൻഡിൽ പോകുന്ന പ്രതി കഴിഞ്ഞ 5.5 മാസക്കാലം ജയിലിലായിരുന്നു. ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് ഈ കേസിൽ പ്രതി ജാമ്യത്തിലിറങ്ങുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അതായത് 5.5 മാസക്കാലം ഒരു മോഷണ കുറ്റത്തിൽ ഒരാൾ ജാമ്യത്തിലിറക്കാൻ പോലും ഇല്ലാതെ അത്രയധികം നാൾ ജയിലിൽ കിടക്കേണ്ട ഒരു സ്ഥിതി പ്രതിക്കുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായി പ്രതിയെ വ്യക്തിവൈരാഗ്യം ഉണ്ടാക്കിയെന്ന നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്തുന്നു. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു എന്നൊരു നിഗമനം പോലീസിന് ഉള്ളത്. ഈ കൊലപാതകം നടന്ന ആ സമയം തന്നെ ആ വീടുമായി വളരെ അടുത്ത് പരിചയമുള്ള ഒരാളായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് പോലീസ് ഊഹിച്ചിരുന്നു. അങ്ങനെയാണ് അമിത്തിലേക്ക് അന്വേഷണം എത്തുന്നതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കേസിലെ നിർണായകമായി ഈ പ്രതി പിടിയിലാവുകയും ചെയ്യുന്നത്. ഈ കേസിലെ നിർണായക പ്രതി തന്നെയാണ്. ഇവന് വ്യക്തിവൈരാഗ്യമാണ് ഇവൻ ഇത് ചെയ്തത്. എല്ലാം ശരിയാണ്. ഇവന്റെ വിരലടയാളം തന്നെയാണ് ഈ കോടാലിയിൽ നിന്ന് കിട്ടിയത്. എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവന്മാർ കുറെ എണ്ണം കൂട്ടമായിട്ട് പെരുമ്പാവൂർ നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണമാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ കേട്ടില്ലേ തൃശ്ശൂർ ഈ കോഴി ഫാമില് ഇവിടെയും കുറെ എണ്ണമുണ്ട്. അങ്ങനെ കേരളം മൊത്തം ഇവന്മാരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ എങ്ങനെ ഇവന്മാരെയൊക്കെ നമ്മൾ വിശ്വസിക്കും? ഇവന്മാരൊക്കെ ഒറിജിനലായിട്ട് ഇന്ത്യക്കാർ തന്നെയാണോ? ഒക്കെ സംശയമാണ്. കാരണം ഇവന്മാരൊക്കെ ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിന്നൊക്കെ കയറി വന്നിട്ട് ഇവന്മാർ അവിടെ നിന്ന് നുഴഞ്ഞു കയറും, പാസ്പോർട്ട് ഉണ്ടാക്കും, നേരെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വെച്ച് പിടിക്കും. കേരളം, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെ കയറി വരും. കയറി വന്ന് ജോലിക്ക് വേണ്ടി വരും, കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം ഇവന്മാരുടെ താനിക്കോണം ഇവന്മാരെ പുറത്തെടുക്കും. അതുകൊണ്ട് തന്നെ ഈ നാറുകളെയൊക്കെ അകറ്റി നിർത്തണം. ഈ ഗവൺമെന്റ് ഒക്കെ ഇവന്മാരെ എന്തിനെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് അറിയത്തില്ല. നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങൾക്ക് ജോലി എന്ന് പറയുന്നതില്ല. അവരെന്തെങ്കിലും ജോലി ചെയ്യാൻ വരുമ്പോൾ അവിടെ എന്തെങ്കിലും സമരമോ എന്തെങ്കിലും ആക്കും. അവരെന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ അതിനെ മുടക്കിക്കും. പക്ഷേ ഇങ്ങനെയുള്ളവന്മാരൊക്കെ വന്ന് ജോലി ചെയ്യാനും ഇവന്മാർക്ക് വേണ്ട ഒത്താശ പിടിക്കാനും നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിലെ യുവജനങ്ങൾക്കൊക്കെ ഇപ്പോൾ പണിയെടുക്കാനൊന്നും പറ്റത്തില്ല. അവരൊക്കെ ഇവിടുന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ എങ്ങനെ ജോലി എടുക്കാനാ? നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടോ? അതിനെന്തെങ്കിലും ഒരു അവസരമുണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അമ്മാർക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കേരളം എന്ന് പറഞ്ഞാൽ അമ്മർക്ക് ഒരു ഗൾഫ് കൺട്രി പോലാണ്. നമ്മളൊക്കെ പോയി ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവന്മാർക്ക് കേരളം. അതുകൊണ്ട് തന്നെ ഇവന്മാരെ അറമാദിച്ച് നടക്കുകയാണ് ഇവിടെ. ഇന്ന് ഈ പറയുന്ന വിജയകുമാറിന്റെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ നാലുകളെയൊക്കെ കുറച്ചൊക്കെ ഒരു കണ്ണിലൊക്കെ നോക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എല്ലാവരും മറന്നിക്കാതിരുന്നാൽ നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ നാറിയെ പോലീസ് പൊക്കിയിട്ടുണ്ട്. പോലീസ് പൊക്കി ഇപ്പോൾ കോട്ടയത്ത് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനി ഇവൻ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.